ഹലോ ഗൈസ്, എല്ലാവർക്കും PC വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഒരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ക്രിപ്റ്റോ കറൻസി സംബന്ധമായിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരുന്ന വീഡിയോസ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടുള്ളതാകും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ബൈനാൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുറച്ച് BTC ബിറ്റ് കോയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിപ്പോൾ ഒരു ലൈറ്റ് കോയിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എതേറിയം ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരികയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ബൈനാൻസിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും പാടെയും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഹോമാണ്. അതിൽ ഓരോരോ കോയിൻസ്, ഹൈപ്പ് വന്ന കോയിൻസ് കാണിക്കുന്നതാണ് ഇതിൽ മെയിനായിട്ടുണ്ടാവുക. അതിനുശേഷം വന്നിട്ടുണ്ടാവുക മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ കാണുന്നത് BNB എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ BNB എന്ന് പറയുന്ന ഓപ്ഷനിൽ കോയിൻസിൻ്റെ റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റാണ് പിന്നെ കാണുന്നത് BTC. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. പിന്നെ ETH, USD, ഇങ്ങനെ 4 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ BTC ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ BTCയിൽ നിന്നും നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും കോയിൻ ചേഞ്ച് ചെയ്യാനുള്ളതിൻ്റെ പ്രൈസാണ് ഇവിടെ കാണിക്കുക. പിന്നെ ETHയിൽ നിന്നും മറ്റ് കോയിൻ, അത് XRP പോലെയുള്ള കോയിൻസ് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ USDT എന്ന് പറയുന്നത്, അതും ഇതുപോലെ തന്നെ നല്ലൊരു കോയിനാണ്. ടെതർ USD കോയിനാണ്. അതിൽ നിന്നും ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. BTCയിലേക്ക് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത്, പിന്നെ XRPയിലേക്ക് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ട്രേഡിങ്ങിനെ കുറിച്ച് ഇന്നൊരു വീഡിയോ ചെയ്യാൻ നമുക്കൊരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല. ഞാനിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്, എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഏകദേശം ഒരു $6.49 BTC ഉണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ലൈറ്റ് കോയിൻ ആക്കുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമുക്കിവിടെ ആദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ BNB, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള BTC ആണ്. അപ്പോൾ BTC സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് വേണ്ട കോയിൻ ഏതാണോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം. നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആടാ കോയിൻ ആണെന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ കോയിൻസും ഇവിടെ ഉണ്ടാവും. സെർച്ച് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ പോയതിന് ശേഷം നമ്മുടെ കോയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഒരുപാട് കോയിൻസ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഞാൻ LTC സെലക്ട് ചെയ്തിട്ടുണ്ട്. LTC സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര LTC ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അവൈലബിൾ BTC ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള അവൈലബിൾ BTC. ഓക്കെ ഗൈസ്, മനസ്സിലായെന്ന് തോന്നുന്നു. ഏതാണ് എൻ്റെ കയ്യിലുള്ള അവൈലബിൾ BTC. അപ്പോൾ ഈ BTCക്കുള്ള കോയിൻസാണ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ, ഈ ഓപ്ഷനിൽ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ ആഡ് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എമൗണ്ട് ഇങ്ങനെ കൂടി വരും. ഓക്കെ ഗൈസ്, യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ബൈ ചെയ്യാൻ പോവുകയാണ്. LTC ബൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 0.1 സംതിങ് LTC ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനത് 1 LTC ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് എനിക്ക് നല്ല നഷ്ടത്തിലാണ് കിട്ടുകയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാനിതാ ഇവിടെ റേറ്റ്, നിങ്ങൾക്ക് ഇവിടെ റേറ്റ് കാണാൻ പറ്റും. 1 മിനിറ്റ്, ഇവിടെ റേറ്റ് കാണാൻ പറ്റും. $58 ആണ് ഒരു LTCക്ക് വരുന്നത്. ഇന്നലെ എഴുതുന്നുണ്ടായിരുന്നത് 56 ആയിരുന്നു ഇന്നലത്തെ പ്രൈസ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ LTC ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേരിയേഷൻ വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എങ്ങനെ ആയിട്ട് വേരിയേഷൻ വരുന്നതൊക്കെ കാണാൻ കഴിയും. പിന്നെ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഡയറക്റ്റ് സെല്ല് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ട്രേഡിങ് പോലെയല്ല. ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് അത് ഇവിടെ കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇന്ന് ഡയറക്റ്റ് ഞാൻ സെല്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 1 something ആണ്. 1 something
1 സംതിങ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 1.11 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബൈ എന്നുള്ള ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ സെല്ലിങ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കിവിടെ ചെറിയൊരു എമൗണ്ടിൻ്റെ വേരിയേഷൻ വ്യത്യാസം കാരണം എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാനതിൽ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ട് വേണം വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. ഇത് ഇവിടെ ഈ കാണുന്നത് എനിക്ക് 0.001 ആവണം, എന്നാലേ എനിക്കത് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഏകദേശം ചെറിയൊരു സതോഷിയുടെ കുറവുള്ള കാരണം എനിക്കിന്നിപ്പോൾ അത് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് സെല്ല് ചെയ്ത് ഓർഡർ ഹിസ്റ്ററിയിൽ എനിക്ക് മുന്നേ ഇവിടെ പർച്ചേസ് ചെയ്തപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയതാണ്. ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ BTC ഉണ്ടായിരുന്നത്, ഞാൻ BTCക്ക് 0.2 LTC ഞാനിവിടെ പർച്ചേസ് ചെയ്ത് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു എമൗണ്ടാണ്. ഈ എമൗണ്ടിന് ഇത് ഇപ്പോൾ കിട്ടില്ല, കാരണം അന്ന് $54 ആയിരുന്നു ഒരു LTCയുടെ റേറ്റ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എങ്ങനെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ട LTC എത്ര വേണ്ട വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട എമൗണ്ട്, നമുക്ക് മിനിമം വേണ്ട എമൗണ്ട് 0.001 ആണ്. അപ്പോൾ അത് വേണം. അപ്പോൾ ഞാനത് സെല്ല് ചെയ്യുന്ന ബൈ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ പിന്നൊരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിലുള്ള BTC കുറവായ കാരണം ഞാനത് ഇപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് കോയിൻ വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം BNB വേണമെങ്കിൽ BNB, BTCന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ BTCന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ കോയിൻസും ഉണ്ട് ഇതിൽ. എല്ലാ കോയിൻസും ഇല്ല, 4 കോയിൻസ് ഉണ്ട് ഇതിൽ. 4 കോയിൻസ് ഏതൊക്കെ? BNB ഉണ്ട്, BTC ഉണ്ട്, ETH, പിന്നെ ടെതർ USD. അങ്ങനെ 4 ഓപ്ഷൻസാണുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് BTC ടു മറ്റ് അതർ കോയിൻസുകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് അത് പർച്ചേസ് ചെയ്യാൻ ഇതിൽ പറ്റും. പർച്ചേസ് ചെയ്യുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള BTC കൊടുത്തിട്ട് വേറൊരു കോയിൻ എങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ബാലൻസ് ഇവിടെ വരും. ഇവിടെ ബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോവൽ എന്ന് പറയുന്ന ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഏത് വാലറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിലും സെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളെൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ക്രിപ്റ്റോ കറൻസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകളിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷമേ എനിക്കത് ചേഞ്ച് ചെയ്ത് മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ.